മനീഷേ, ഞങ്ങളുടെ കല്യാണ ക്ഷണക്കത്ത് നീ തന്നെ ആ പാദങ്ങളിൽ സമർപ്പിക്കട്ടെ എന്ന് മഹാദേവി നിശ്ചയിച്ചു. ഇതിനപ്പുറം ഇനി എന്ത് പറയാനാ? രാജപ്രതാപന്റെ പ്രതാപം ഇവിടെ അസ്തമിച്ചല്ലോ. ഇനിയെങ്കിലും ദേവിയുടെ മുന്നിൽ നിന്ന് നെഞ്ചുരുക്കി പ്രാർത്ഥിക്കും. ഡാഡി, ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇവരുടെ ഇൻവിറ്റേഷൻ പൂജിക്കുന്ന കാണാനോ? വാ, നമുക്ക് പോവാം. മോളെ, എന്താ ഇത്? നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, ഒന്ന് ക്ഷമിക്കേ. ക്ഷമിക്കാനോ? നാണമില്ലല്ലോ ഡാഡിക്ക് ഇത് പറയാൻ. ആരോട് ക്ഷമിക്കാൻ? ഈ നാട്ടിലുള്ള സർവരും ഡാഡിയെ കണ്ട എഴുന്നേറ്റ് ബഹുമാനിച്ച് ഓച്ചാനിച്ചാ നിൽക്കുന്നേ. അങ്ങനെയുള്ള ഡാഡിയെ എന്നെയും അമ്പലത്തിൽ വെച്ച് അപമാനിച്ചത് ഇത്ര വേഗം മറന്നോ? ഈ കാണുന്നതൊക്കെ തകർന്ന് തരിപ്പണമായതുപോലെ ആ ആതിരയുടെ ജീവിതം തരിപ്പണമാവണം. അതെനിക്ക് കണ്ണിറയെ കാണണം. അതുവരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഡാഡി ആ ചന്ദ്രനെ വിളിച്ചു വരുത്ത്. അമ്പലത്തിൽ വെച്ച് നമ്മൾ അപമാനിച്ചവരെ തല്ലി ചതയ്ക്കാൻ പറ. ചെയ്യാം മോളെ, ചെയ്യാം. ആദ്യം നീ ഒന്ന് ബാലൻസിലെത്ത്. എന്തെങ്കിലും പോസിറ്റീവ് റിസൾട്ട് കാണാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. തോറ്റുപോയില്ലേ നമ്മള്? ഇതുപോലൊരു പരാജയം നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പറയ് ഡാഡി. എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും മോളെ. നിന്റെ ഡാഡി എല്ലാത്തിനും പരിഹാരം കണ്ടെത്തും. അത് തന്നെ മോളെ. മിണ്ടി പോകരുത്.